ദേശീയപാത 66-ൽ കൂനമ്മാവ് മുതൽ മൂത്തകുന്നം വരെയുള്ള ഭാഗത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് സിപിഐഎം. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സ്ഥലം എംഎൽഎയും പ്രതിപക്ഷ നേതാവുമായ വി.ഡി. സതീശൻ ഇടപെടാതിരുന്നത് ഗുരുതര വീഴ്ചയാണെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സിപിഐഎം പറവൂർ ഏരിയ സെക്രട്ടറി ടി.വി. നിധിൻ ആവശ്യപ്പെട്ടു. മൂത്തകുന്നം മുതൽ കൂനമ്മാവ് വരെയുള്ള ദേശീയപാത 66-ലെ ഭാഗം തീർത്തും ശോചനീയാവസ്ഥയിലാണ്. റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായ കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനയാത്ര അതീവ ദുഷ്കരമായി. കനത്ത മഴയോടൊപ്പം വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. പല ഭാഗങ്ങളിലും കുഴികൾ തിരിച്ചറിയാനാകാതെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമാണ്. തുരുത്തിപ്പുറത്ത് ഒരു സൈക്കിൾ യാത്രികൻ കുഴിയിൽ വീണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ പ്രതിദിനം ആവർത്തിക്കുന്നതായും റോഡിന്റെ ദുരവസ്ഥ ഗതാഗതക്കുരുക്കിന് മുഖ്യ കാരണമാകുന്നതായും സിപിഐഎം ആരോപിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി ആഴ്ചകൾക്ക് മുമ്പ് സിപിഐഎം ദേശീയപാത അതോറിറ്റിയിൽ പരാതി നൽകിയിരുന്നുവെന്നും കൊച്ചി പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിലെ പ്രോജക്ട് ഡയറക്ടറുമായി നേരിട്ട് സംസാരിച്ച് സ്ഥിതിഗതികൾ വിശദീകരിച്ചുവെന്നും ഏരിയ സെക്രട്ടറി ടി.വി. നിധിൻ പറഞ്ഞു. മൂത്തകുന്നം മുതൽ കൂനമ്മാവ് വഴി പോകുന്ന ദേശീയപാത 66-ന്റെ ഭാഗം അങ്ങേയറ്റം ശോചനീയമായ അവസ്ഥയിലായിരിക്കുകയാണ്. ഈ മഴക്കാലത്ത് ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം കുഴികൾ ദേശീയപാതയിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 1.5 മാസക്കാലം മുമ്പ് തന്നെ, മഴയ്ക്ക് മുമ്പ് തന്നെ ഈ വലിയ കുഴികൾ ദേശീയപാതയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. കുറച്ച് അപകടങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വർഷക്കാലം ശക്തമായി കഴിഞ്ഞപ്പോൾ ഈ കുഴികൾ വലുതാവുകയും ധാരാളം അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് ഒരു പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ തുരുത്തിപ്പുറത്തൊരു സൈക്കിൾ യാത്രികൻ വലിയ കുഴിയിൽ വീഴുന്നതും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന കാര്യവും നവമാധ്യമങ്ങളിലെല്ലാം നമ്മൾ വീഡിയോ ആയിട്ടെല്ലാം കാണുന്നുണ്ട്. അങ്ങേയറ്റം ഗൗരവതരമായൊരു പ്രശ്നമാണ്. ഈ വെള്ളം മൂടിക്കിടക്കുന്നതിനാൽ ഈ ഗർത്തങ്ങൾ, ഈ ഗട്ടറുകൾ യാത്രക്കാർക്ക്, ഇരുചക്രവാഹനക്കാർക്ക് ഉൾപ്പെടെ കാണാൻ പറ്റാതെ വരികയും കുഴിയിൽ വീണ് ധാരാളം അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ ഈ വിഷയത്തിൽ ഇടപെടൽ വേണം. ഈ വിഷയം ഞങ്ങൾ ആഴ്ചകൾക്ക് മുമ്പേ തന്നെ ദേശീയപാത പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ ഡയറക്ടറായി ഞങ്ങൾ സംസാരിക്കുകയും PDക്ക് CPM രേഖാമൂലം തന്നെ ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുള്ളതാണ്. അടിയന്തരമായ റിപ്പയറിംഗ് ആവശ്യപ്പെട്ടുകൊണ്ട് ആഴ്ചകൾ മുന്നേ തന്നെ പരാതി നൽകിയിട്ടുള്ളതാണ്. പക്ഷേ യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ നേരിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയം വളരെ മനുഷ്യജീവൻ പൊലിയുന്നൊരവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. സ്കൂളെല്ലാം തുറന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയെല്ലാം യാത്ര ചെയ്യുന്ന വളരെയേറെ തിരക്കേറിയിട്ടുള്ള ദേശീയപാത 66-ലെ മൂത്തകുന്നം വരെ കൂനമ്മാവിനപ്പുറം വരെയുള്ള മേഖലയിൽ അടിയന്തരമായി മഴക്കാലം നോക്കി നിന്നിട്ട് കാര്യമില്ല, താൽക്കാലികമായിട്ടെങ്കിലും ഈ ഗട്ടറുകൾ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ അതിവേഗത്തിൽ സ്വീകരിക്കണമെന്ന് CPM ആവശ്യപ്പെടുകയാണ്. ഈ വിഷയത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട പറവൂർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം. ഒഴിഞ്ഞുമാറി നടന്ന് ജനജീവിതത്തെ അപകടത്തിലാക്കാനായി സാധിക്കില്ല. അടിയന്തരമായി MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാകണമെന്നും CPM പറവൂർ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. മഴക്കാലത്ത് ഇതുപോലുള്ള അവസ്ഥ മുൻകൂട്ടി കണക്കിലെടുത്ത് അടിയന്തര അറ്റകുറ്റപ്പണി ആവശ്യമായിരുന്നുവെന്നും നിധിൻ പറഞ്ഞു. തദ്ദേശ MLAയും പ്രതിപക്ഷ നേതാവുമായ വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ ഇടപെടാതിരുന്നത് ഗുരുതരമായ അനാസ്ഥയാണെന്നും ദേശീയപാത അതോറിറ്റിയിൽ സമ്മർദ്ദം ചെലുത്തി ഉടൻ അറ്റകുറ്റപ്പണി ആരംഭിക്കുന്നതിനുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിക്കണമെന്നും CPIM ആവശ്യപ്പെട്ടു.